നടത്തുവാനുള്ള പ്രാരംഭ ആ ദിവസം തന്നെ ഉള്ളിൽ തന്നൊരു ചിന്തയുണ്ട്. കൃത്യസമയത്ത് നോട്ടീസിൽ അച്ചടിച്ച സമയത്ത് തന്നെ പ്രോഗ്രാം ആരംഭിക്കണമെന്നും അതുപോലെ തന്നെ ദൈവദാസന് കൃത്യമായ സമയത്ത് മൈക്ക് കൈമാറുന്നുള്ള ചിന്തയും ആഗ്രഹവും താല്പര്യമൊക്കെ ഉള്ളത്തിൽ വരുവാനായിട്ടിടയായി തീർന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം അവനെ സഹായിച്ചു. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിൽ പ്രസിദ്ധനായ റവറൻ തോമസ് മാമൻ അവരുടെ ശുശ്രൂഷയ്ക്കായി ഫലമേൽപ്പിക്കുന്നു. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദേവദാസന്മാരെ, വിശേഷാൽ മലങ്കര ക്രിസ്ത്യൻ സഭ മരോട്ടിച്ചാലിന്റെ ചുമതല വഹിക്കുന്ന കർത്തൃദാസൻ പാസ്റ്റർ കുര്യാക്കോസ്, ഞങ്ങളോടൊപ്പം ശുശ്രൂഷയിൽ സഹകരിക്കുന്ന മറ്റ് ദേവദാസന്മാർ, ഗായക സംഘം, ദൈവമക്കൾ, ഈ നാട്ടുകാർ, നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വീണ്ടും രണ്ടാമത്തെ ദിവസം നിങ്ങളോടൊപ്പം സംസാരിക്കാൻ കർത്താവ് തന്നിരിക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 28-ാം വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 28-ാം വാക്യം. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുകയും. കരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ലോകത്തിൽ മനുഷ്യർക്ക് 3 പരിഹരിക്കാൻ മേലാത്ത പ്രശ്നം അതെല്ലാവർക്കും ഉണ്ട്. ഒന്ന്, അവർ ജീവിക്കുന്ന സ്ഥലത്തെ കാലാവസ്ഥ മാറി. കേരളത്തോട് പറഞ്ഞാൽ തുലാവർഷം വിട പറഞ്ഞു, മഴ പെയ്യാതെ അല്ലേ? കാലവർഷവും വിട പറഞ്ഞു, കാലാവസ്ഥ മാറി എല്ലാ രാജ്യത്തും. പടിഞ്ഞാറൻ രാജ്യത്തിൽ മഞ്ഞെന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമാണ്. കാരണം 4 മാസം മഞ്ഞ് വീണ് കിടന്നാൽ സകല രോഗാണുക്കളും ചത്തൊടുന്നു. അതും മാറി. അങ്ങനെ കാലാവസ്ഥ മാറി. 2, അവരുടെ ശരീരത്തിന് എന്തെങ്കിലും അസ്വസ്ഥ ഇല്ലാത്തവരില്ല. ഇവിടെ ഇരിക്കുന്നവർക്കും എല്ലാം അറിയാം, എന്തെങ്കിലും ഒരു അസ്വസ്ഥ ഇല്ലാത്തവരാരുമില്ല. ഈ ലോകം ഒരു രോഗിയുടെ കൂടാരമായി. 3, ഏത് രാജ്യത്തും കഴിക്കുന്നതിനകത്ത് നമുക്ക് കഴിക്കാൻ പറ്റാത്തത് പലതും. അതിലേറ്റവും കൂടുതൽ കേരളത്തിലാണ്. അല്ലെങ്കിൽ വിഷം. ഇതാണ് നമ്മുടെ അസ്വസ്ഥതകളെല്ലാം. ഈ 3 പ്രശ്നങ്ങൾക്കും ദൈവമക്കൾക്ക് ഈ ഭൂമിയിൽ സ്ഥലമുണ്ട് പരിഹരിക്കാൻ. ദൂരെ എങ്ങും പോകണ്ട. നല്ല 1-ാം തരം കാലാവസ്ഥ, നല്ല ഭക്ഷണം, രോഗമില്ലാത്ത ശരീരം. എവിടെയാണെന്നറിയാമോ? ദൈവസഭ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലും സന്തോഷവും അത്രേ. അതായത് നമ്മുടെ സഭ. അവിടുത്തെ അന്തരീക്ഷത്തിന് ഒരു കുഴപ്പവുമില്ല അല്ലേ? അവിടുത്തെ ഭക്ഷണം ഒരു വിഷവുമില്ല. ഏതാണ്? വചനമാകുന്ന ഭക്ഷണം. അത് കഴിയുമ്പോൾ ശരീരത്തിന്റെ പേര് അകത്തെ മനുഷ്യൻ. എഫേസ്യർ 3:16. അകത്തെ മനുഷ്യൻ. അകത്തെ മനുഷ്യന് രോഗമില്ല, ആത്മീയ രോഗമില്ല. ആയിരിക്കുന്ന ദൈവസഭയാകുന്ന ആ മനോഹരമായ വചനമാകുന്ന ഭക്ഷണവും കഴിച്ച് ഇരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച്. എന്നാൽ അതെന്തിന്റെ നിഴലാണ്? ഇന്നലെ പറഞ്ഞതിന്റെ തുടർമാനമായിട്ട് ഞാൻ പറയാൻ പോവുകയാണ്. ലോകരാഷ്ട്രങ്ങൾ തിറങ്ങലി കൊള്ളുന്നു. പ്രകൃതി മനുഷ്യർക്കെതിരായി മാറി. സമുദ്രം അലർന്നു. കടൽ 3 ഭാഗമാണ്. അതെല്ലാം ഒന്നാകാൻ പോകുന്നു. അതാണ് കർത്താവ് പറഞ്ഞ കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം. ഇന്നലെ പറഞ്ഞു, ഒരിക്കൽ കൂടി പറയാം. വരാമെന്ന് പറഞ്ഞ കർത്താവ് മാത്രമേ ഉള്ളൂ. അവൻ ഈ തലമുറയിൽ വരാൻ പോകും. അത് ഈ നാട്ടുകാരുടെ ഞാനൊരു സഭയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, കർത്താവിന്റെ സ്ഥാനാപതിയായി നിന്ന് അതിന്റെ തെളിവുകൾ ഇന്ന് രാത്രി സമർപ്പിക്കും. ഓരോരുത്തർക്ക് അവരവരുടെ തീരുമാനമെടുക്കാം. ഈ മീറ്റിംഗും ഈ സഭ നടത്തുന്നത് യാദൃച്ഛികമല്ല. ഇതിനുവേണ്ടി സഭ നടത്തുന്നതും ഞാൻ പ്രസംഗിക്കുന്നതും ഇതും ദൈവത്തിന്റെ പ്രോഗ്രാമാണ്. ഇതൊരു പ്രവചനത്തിന്റെ നിവൃത്തിയാണ്. വായിക്കാം. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം
14 വാക്യം ഇന്ന് ഈ മരോട്ടിച്ചാലിൽ പ്രവർത്തിക്കുക. മത്തായി 24:14. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും രക്ഷയ്ക്കെന്നല്ല സാക്ഷ്യം. ഞങ്ങൾ സുവിശേഷം പറയുന്ന ഒരു മതത്തിനെതിരല്ല, ഒരു മതത്തിന് വേണ്ടിയിട്ടല്ല, ഒരു സഭയ്ക്ക് വേണ്ടിയിട്ടല്ല. ഞങ്ങളിവിടെ വിളിച്ചു പറയുന്നു ദൈവരാജ്യം വരുന്നു, കർത്താവ് വരുന്നു. ഈ സുവിശേഷം അടുത്ത വാക്ക് കണ്ടോ, സകല ജാതികൾക്കും സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാനിത് അറിഞ്ഞില്ലെന്ന് ആരും പറയരുത്. ഈ മീറ്റിംഗ് ഞാൻ അറിഞ്ഞില്ല എന്ന് ഈ ഗ്രാമവാസികൾക്ക് ആർക്കും ഇനി പറയാനൊക്കത്തില്ല. സാക്ഷ്യമാണ്. ഇതിന്റെ നോട്ടീസ് പരസ്യപ്പെടുത്തി, വോട്ട് പോസ്റ്റ് ഒട്ടിച്ചു, നോട്ടീസ് കണ്ടു, ഈ ശബ്ദം കേൾക്കുന്നു. ഇതെല്ലാം ദൈവം തമ്പുരാൻ ഫോട്ടോ എടുത്തു വെച്ചിരിക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ പ്രസംഗിക്കുന്നു, എന്നിൽ നിന്ന് വെറും 15-20 അടി അകലെ ഒരു വീഡിയോ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാണുള്ള 2 ലൈറ്റും. ആ വീഡിയോ ക്യാമറയിൽ എന്റെ പടം എടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് നാളെ ഒരു CD ആക്കി കഴിയുമ്പോൾ എനിക്ക് നിഷേധിക്കാനൊക്കത്തില്ല ഞാനല്ലെന്ന്. എന്നെ ആ സിറ്റീസ് കാണാം. ഇത് മനുഷ്യന്റെ ടെക്നിക്ക്. ഇതാണെങ്കിൽ സകലത്തെ നിർമ്മിച്ച ദൈവം നമ്പുരാൻ ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ട് ആദ്യം ചെയ്ത പരിപാടി എന്നാണെന്നറിയാവോ? അത് അന്ത്യന്യായത്തിക്ക് വേണ്ടി കൂടെ. പ്രത്യേകിച്ച് ഇവിടെ ചെടിയല്ല കളിപ്പിച്ചത്, തമ്പുരാൻ ക്യാമറ വെച്ചു. കാരണം മനുഷ്യൻ ഉരുണ്ട് കളിക്കും. ഞാനല്ല, എന്റെ അളിയൻ, ആ ചേട്ടത്തി, ആ ചേട്ടനാ, അവൻ എന്റെ ഷർട്ട് എടുത്തിട്ടതാ, എന്റെ സാരി അവൾ കൊടുത്തതാ എന്നെല്ലാം ന്യായം പറയും. അത് വരാതിരിക്കാൻ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ട് ഇവിടെ ചെടി കളിപ്പിക്കും മുന്നേ ചെയ്ത പരിപാടി ആകാശത്തിൽ ക്യാമറ വെച്ചു. ആ ക്യാമറ ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചു. ആകാശം 5 തട്ട: ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയനോസ്ഫിയർ. അതിൽ 1ാമത്തെ തട്ടാണ് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ. 2ാമത്തെ തട്ട് ഭൂമിയുടെ കുടയിൽ കീറിപ്പോയി. 3ാമത്തെ തട്ട് മെസോസ്ഫിയർ. 4ാമത്തെ തട്ട് തമ്പുരാന്റെ ക്യാമറ. തമ്പുരാൻ ഇതുപോലൊരു ക്യാമറയാണ്. അതിന്റെ അതേ വിശിരിക്കുക. നോക്കിക്കേ, മനുഷ്യൻ ഇത് ചെയ്യുന്നു. എന്റെ വീടിന്റെ തൊട്ടടുത്തൊരു കടയുണ്ട്, ബാബു എന്നും പറഞ്ഞു ആ കൊച്ചന്റെ പേര്. അവന്റെ അപ്പൻ ചാക്കോച്ചനെ എനിക്കറിയാവുണ്ട്. അത് ഒരു ചെറിയ കടയാണ്. കൂടിയ 2000 രൂപയുടെ സാധനം കാണും. അതികൊള്ളൊന്നുമില്ല. കാരണം ബാബു ഒരു സ്കൂളിലെ ജോലിക്കാരനും കൂടെ. അപ്പൊ ബാക്കി സമയത്ത് ബാബുവും ബാബുവിന്റെ വൈഫ് മിനിയും കൂടെ വന്ന് കട തുറന്ന് അവിടെ കൂടിയ സാധനമൊന്നുമില്ല. സിഗരറ്റ്, നാരങ്ങാവെള്ളം, സോഡ, പാല്, മുട്ട, ഇത്രയേ ഉള്ളൂ. ഇതിന് ബാബുവിന്റെ പിതാവിനോടുള്ള സ്നേഹം കൊണ്ട് ഞാനതിലെ പോകുമ്പോൾ വല്ലപ്പോഴും കയറി 2 പാക്കറ്റ് പാല് മേടിക്കും. ഒരു പ്രാവശ്യം ഞാൻ പാല് മേടിക്കാൻ ചെന്ന് ഞാൻ പറഞ്ഞു, ബാബു വേഗം 2 പാക്കറ്റ് പാല് തരാൻ പറഞ്ഞു. ബാബു ഫ്രിഡ്ജ് തുറക്കാം. ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിന്റെ മേളിൽ ഇതുപോലെ CC ക്യാമറ വെച്ച് എന്നെ കാണാം. ഒരു ക്ലോസ് കറക്റ്റ് ക്യാമറ വെച്ചിരിക്കുന്നത് തന്നെ ഞാൻ നിൽക്കുന്നത് കാണാം. ഞാൻ ബാബുവിനോട് ചോദിച്ചു, എന്റെ ബാബു, നിന്റെ കടയിൽ ആകെ 2000 രൂപയുടെ സാധനമേ ഉള്ളൂ. ഈ 2000 രൂപയുടെ സാധനമുള്ള നിന്റെ കടയിൽ എന്തിനാ ഈ 5000 രൂപയുടെ ക്യാമറ കൊണ്ടുവച്ചത്? പറഞ്ഞ ബാബു, എന്റെ അച്ചായ ചില വില്ലന്മാർ ഇങ്ങോട്ട് വന്നിട്ട് ഒരു നാരങ്ങാവുള്ള സോഡ കുടിച്ചു തരാൻ പറയും. ഞാനത് എടുക്കാനായിട്ട് സോഡ എടുക്കാൻ ഫ്രിഡ്ജ് തുറക്കുന്ന പെരുമാര് വന്ന് ഫ്രണ്ടിൽ ഇരുന്ന് സിഗരറ്റ് എടുത്ത് പോക്കറ്റിടും. അവനെ പിടിക്കാൻ ചിരിക്കുന്നു. അപ്പള ഞാൻ ആലോചിച്ചടാ, 2000 രൂപ വരെയുള്ള സാധനത്തിന് ബാബു ഇത് ചെയ്തെങ്കിൽ തമ്പുരാൻ വെച്ച ക്യാമറയുടെ പേര് കേൾക്കണോ? CMBR. സയൻസ് ഇട്ട പേരാണ്. ഫുൾ നെയിം കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേക തരംഗങ്ങളുള്ള കാന്തിക തരംഗങ്ങളും വൈദ്യുത തരംഗങ്ങളും ലോകത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ പകലും രാത്രിയിലും മഞ്ഞിലും മഴയിലും വെയിലിലും തണുപ്പിലും കാറ്റിലും ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ പേരാണ് CMBR, കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ. ഈ ഭൂമിയുടെ മുകളിൽ വന്ന് ഏതെങ്കിലും ഒരു വസ്തുവിൽ മുട്ടിയാൽ അത് ഒന്നാകും. ഇമ്മീഡിയറ്റ്ലി രണ്ടായിട്ട് വരുന്നു. ചായക്കകത്ത് പാലൊഴിക്കുമ്പോൾ പിന്നെ വേറൊരു നിറം വരുന്നത് പോലെ, ചായയുടെ നിറമല്ല, പാലിന്റെ നിറമല്ല, വേറൊരു നിറം വരുന്ന പോലെ അവിടുന്ന് വരുന്ന വൈദ്യുതി തരംഗവും കാന്ത തരംഗവും ഒരു മനുഷ്യനിലോ ഒരു മരത്തിലോ ഒരു തൂണിലോ മുട്ടിയാലോ ഒന്നാകും. അതിന്റെ പേരാ റേഡിയോ സിഗ്നൽ. അത് പിന്നെ ഇവിടെ നിൽക്കുന്നില്ല, തിരിച്ചു പോകുന്നു. അത് പുറപ്പെട്ടെടുത്തേക്ക് പോകുന്നതിന്റെ അർത്ഥം എന്താ? ലോകത്തിൽ തമ്പുരാനില്ല പണം എടുത്തോണ്ടിരിക്കുക. ആ റേഡിയോ സിഗ്നൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നാളെ വൈകുന്നേരം തമ്പുരാന്റെ ക്യാമറ വർക്കാണെന്ന് കാണിച്ചു തരാം. 6:15 പ്രാദേശിക വാർത്ത വെച്ചാൽ മതി. 6:20 ആകാശവാണി പ്രാദേശിക വാർത്ത വായിക്കുന്നത് സുഷമ. പിന്നെ ഒരു പൊട്ടലും ഒരു ഹീറ്റലും ഇല്ലേ?
അതിനാന്നറിയാവോ? സുഷുമയ്ക്ക് പനിയൊന്നുമല്ല, റേഡിയോ പൊട്ടയല്ല, തമ്പുരാന്റെ ക്യാമറയുടെ റേ കയറിപ്പോയതാ. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ചെയ്ത രഹസ്യവും പരസ്യവുമായ സകല പ്രവൃത്തിയും തമ്പുരാന്റെ ക്യാമറയും. അതാ സഭാപ്രസംഗി 12:14 ഉറക്ക വായിക്കണം. ലോകത്തിലേക്ക് എല്ലാ മിടുക്കന്മാരും അത് അറിഞ്ഞിരിക്കുന്നതാണ്. സഭാപ്രസംഗി 12:14 വായിച്ചേ. ദൈവം നല്ലതും തീയതുമായ സകല പ്രവൃത്തിയെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് സകല രഹസ്യങ്ങളോട് വെളിപ്പെടും. ആരും പറയണ്ട, തമ്പുരാന്റെ ക്യാമറ തുറക്കും, കാണിച്ച കുഴച്ചിലെല്ലാം വെളി കാണിക്കും. അതാണ് യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നത്, ഞാൻ നിന്നോട് കണക്ക് തീർക്കുന്ന നാൾ നീ നേരെ നിൽക്കുമോ? അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ വരവി തലമുറയിലെന്ന് ഞങ്ങൾ അറിഞ്ഞില്ലെന്നാരും പറയരുത്. അതിനാണ് ഈ നോട്ടീസ് ആരെല്ലാം വായിച്ചിട്ടുണ്ടോ, ഈ വാൾ പോസ്റ്റ് ആരെല്ലാം വായിച്ചിട്ടുണ്ടോ, തമ്പുരാന്റെ ക്യാമറയിലുണ്ട്. നിങ്ങളുടെ ഇരിപ്പും എന്റെ നിൽപ്പും തമ്പുരാന്റെ ക്യാമറയിൽ സാക്ഷ്യമാണ്. ആരെയും മതം മാറ്റാനില്ല, സഭ മാറ്റാനില്ല. അവരുടെ മനസ്സാന്തരപ്പെടാൻ മനസ്സാന്തരപ്പെടാം. രാജ്യത്തിന്റെ സുവിശേഷം ഞങ്ങൾ പ്രസംഗിക്കുന്നു. ഇനിയും നമുക്ക് അടയാളങ്ങളിലേക്ക് വരാം. ഈ തലമുറയിൽ കർത്താവിന്റെ വരവിന്റെ അടയാളത്തിൽ ഒന്ന് നമ്മൾ ചിന്തിച്ചു, ലോക ജനതയ്ക്കുള്ള അടയാളം. ഇപ്പോൾ യഹൂദനുള്ള അടയാളം ചിന്തിക്കാം. ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിയിൽ എടുക്കപ്പെട്ട ജനം കേട്ടോ. അടയാളം കൊടുത്ത് എന്നാന്ന് പറയാം, ആണ്ട് മുതൽ പറയാം. ഇവരെ ലോകത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു അത്ഭുതം. 1.25 കിലോമീറ്റർ ആഴമുള്ള ഒരു കടൽ മാറ്റി. ചെങ്കടൽ തീർന്നില്ല. 2014 ശാസ്ത്രലോകം കണ്ടുപിടിച്ചത് ഈ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ കാണിക്കാൻ നിങ്ങൾ നിലനിന്ന് മേലോട്ട് പൊങ്ങും. കൃപയാൽ എനിക്ക് കാണാനിടയായി. യൂറോപ്പിലുള്ള ചെങ്കടൽ ശാസ്ത്രന്മാർ, ഓഷ്യാനോഗ്രാഫിക് സമുദ്രശാസ്ത്ര പഠനം നടത്തുന്നവർ ചെങ്കടലിന്റെ അടി പരിവേഷണം നടത്തി. കടലിനടി മുഴുവൻ ചമ്പ, ചെളിയ. കടലിനടിയിൽ 8 കിലോമീറ്റർ വരെ പൊക്കമുള്ള മലയുണ്ട്. ലതിലൊന്നുമല്ല അടി, മുഴുവൻ ചെളിയ, കുണ്ടും കുഴിയും പർവ്വതവും മലയുമാണ്. എന്നാൽ ഈ ഈജിപ്തിന്റെ കിഴക്കേ തീരം മുതൽ സൗദി അറേബ്യയുടെ വടക്കുവശത്തുള്ള സിനായ് വരെയുള്ള സ്ഥലം ഏതാണ്ട് ഈ ഓഡിറ്റോറിയത്തിന്റെ ഒരു 10 മടങ്ങ് വീതിയിൽ. അടിയിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച കേൾക്കണമോ? അത്രയും ഇടയിൽ മാത്രം പഞ്ചസാര മണൽ. മനസ്സിലായില്ലേ? മണിക്കൂറുകൾ കൊണ്ട് 20 ലക്ഷം പേർ ഓടിക്കയറണം. ചെങ്കടലിനടിയിൽ ചതുപ്പും ചുളിയും കുഴിയുമാണെങ്കിൽ ആള് കയറി പോകത്തില്ല, ചത്തൊടുങ്ങും. അത് വരാതിരിക്കാൻ സമുദ്രം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ മുൻനിർണയത്താൽ അത്രയും സ്ഥലം മണൽ വിരിച്ചു സൂക്ഷിച്ചവനാ നമ്മുടെ ദൈവം. എങ്കിൽ ദൈവമക്കളാകുന്ന എനിക്കും നിങ്ങൾക്കും ജീവിതയാത്രയിൽ ചെളിയിലും കുഴിയിലും വീഴാതിരിക്കാൻ കരുതലിന്റെ മണൽ വിരിക്കുന്നവനാ. അങ്ങനെ അക്കരെ കയറ്റി എങ്ങനെ ജീവിക്കണം എഴുതി കൊടുത്തു. എങ്ങനെ മുടി തേക്കണം, 1 മുതൽ വസ്ത്രം ധരിക്കണം, എങ്ങനെ ടോയ്ലറ്റിൽ പോകണം എന്നെല്ലാം എഴുതി കൊടുത്തു. ഒരൊറ്റ ജനം ഇസ്രായേൽ. അങ്ങനെ കൊടുത്ത് കാടപ്പക്ഷിയെ കൊടുത്ത് ഭക്ഷണവും കൊടുത്ത് വാഗ്ദത്ത നാട്ടിൽ കൊണ്ടുവന്ന് ചരട് കൊണ്ട് അളന്ന് 12 ഗോത്രങ്ങൾക്ക് 7 ജാതികളെ ഒടുക്കി പാലും തേനും ഒഴുകുന്ന രാജ്യം കൊടുത്തു. അപ്പോൾ ഒരു ദുഃഖ സംഭവം വായിക്കാം. 2 സമൂഹൽ 8-ാം അധ്യായത്തിന്റെ 1 സമൂഹൽ 8-ാം അധ്യായം 4-ാം വാക്യം. 1 സമൂഹൽ 8:4. ആകയാൽ ഇസ്രായേൽ മൂപ്പന്മാർ എല്ലാവരും ഒന്നിച്ചുകൂടി രാമയിൽ ശമൂവേലിന്റെ അടുക്കൽ വന്നു. അവനോട്, എല്ലാ ഇസ്രായേലിലും മൂപ്പന്മാരും, ചിലരല്ല, എല്ലാ മൂപ്പന്മാരും അവനോട്, നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴിയിൽ നടക്കുന്നില്ല. ആകയാൽ സകല ജാതികൾക്കും ഉള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിയമിച്ചു തരണമെന്ന് പറഞ്ഞു. ലോകത്തിലെ ജാതികൾക്ക് രാജാവുണ്ട്, ഞങ്ങൾക്ക് ഒന്ന് വേണം. അടുത്ത വാക്യം. ഞങ്ങളെ ഭരിക്കേണ്ടതിന് രാജാവിനെ തരയണമെന്ന് അവർ പറഞ്ഞ കാര്യം ശമൂവേലിന് അനിഷ്ടമായി. ശമൂവേലിന് സങ്കടമായി. ശമൂവേൽ യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ശമൂവേലിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, ജനം നിന്നോട് പറയുന്ന സകലത്തിലും അവരുടെ അപേക്ഷ കേൾക്കാം. അവർ നിന്നെയല്ല, ഞാൻ അവരെ
ഭരിക്കാത്തവണ്ണം എന്നെയാകുന്നു ത്യജിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ദൈവത്തിന്റെ പദ്ധതി ദൈവം അവർക്ക് ഭരിക്കണം നേരിട്ട്. അതിനാ പ്രവാചകന്മാരെ ന്യായാധിപന്മാരെ അയച്ചത്. അഭിഷിക്തരായ പ്രവാചകന്മാരിൽ കൂടെയും ന്യായാധിപന്മാരിൽ കൂടെയും കാലാകാലങ്ങളിൽ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ച് ദൈവത്തിന് അവരെ നേരിട്ട് ഭരിക്കണം. എന്നാൽ അവര് പറയുന്നത് അത് വേണ്ട, ലോകത്തിലെ ജാതികൾക്ക് രാജാവുണ്ട്, ഞങ്ങൾക്ക് തരണം. ഇത് ഇന്നും ആത്മീയ അർത്ഥമാണ്. ദൈവസഭ ദൈവമക്കളെ കുറിച്ച് സ്വർഗത്തിന്റെ പ്ലാൻ അഭിഷിക്തരായ ദൈവദാസന്മാരിൽ കൂടെ എന്നെയും നിങ്ങളെയും ഭരിക്കണം. അഭിഷിക്തരായ ദൈവദാസന്മാരിൽ കൂടി എന്നോട് നിങ്ങളോട് കാര്യം ഇടപെടണം. പക്ഷെങ്കിൽ നമുക്ക് പലർക്കും അത് വേണ്ടെന്നുള്ളൊരു കാലം വരെ ആയപ്പോൾ ദൈവം കോപിക്കും. അങ്ങനെ ഇവർക്ക് രാജാവിനെ കൊടുത്തു. ആ രാജാക്കന്മാർ ചെയ്ത പരിപാടി, അവരുടെ ജീവിത സൗകര്യങ്ങൾക്ക് വേണ്ടി അവർ വിജാതീയ സ്ത്രീകളെ രാജ്ഞിമാരായി എടുത്തു. ആ വിജാതീയ സ്ത്രീകൾ രാജ്ഞിമാരായി വന്നപ്പോൾ യഹൂദജനത്തിന് ക്രിസ്തുവിനോടുള്ള അഥവാ ദൈവത്തോടുള്ള ഭക്തി പോയി. അവർ അന്യ സേവകളിലേക്ക് പോയി. ആ സമയത്ത് ഇന്നേക്ക് 2790 വർഷം മുമ്പ് ദൈവം ഒരു പ്രവാചകനെ അയച്ചു. ആ പ്രവാചകനിൽ കൂടി പറഞ്ഞ പ്രവചനം, ആ പ്രവചനം എഴുതി 40 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ നിവർത്തിക്കാൻ തുടങ്ങി. 2750 മുതൽ നിവർത്തിക്കാൻ തുടങ്ങി. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗം നിവർത്തിച്ചു തീർന്നത് 2014 സെപ്റ്റംബർ 24. ആ പ്രവാചകന്റെ പേരാണ് ജോവേൽ. അദ്ദേഹത്തെ കൂടി അയച്ച് പറഞ്ഞത് കേട്ടോണം. അത് അതുപോലെ നിവർത്തിച്ചു. വായിക്കാം. യോവേൽ 1-ാം അധ്യായം 1-ാം വാക്യം. യോവേൽ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യം. യദുവേലിന്റെ മകനായ യോവേലിന് ഉണ്ടായ യഹോവയുടെ അരുളപ്പാട്. മൂപ്പന്മാരെ ഇത് കേൾപ്പീൻ, ദേശത്തിലെ സകല നിവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. നിങ്ങളുടെ കാലത്തോ നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്തോ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ മക്കൾ തങ്ങളുടെ മക്കളോടും അവരുടെ മക്കൾ വരുവാനുള്ള തലമുറയോടും വിവരിച്ചു പറയണം. ഇതുപോലൊരു പ്രവചനം തിരുവചനത്തിൽ ഇല്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളോടും അവർ അവരുടെ മക്കളോടും പറയണം. ഇതുപോലൊരു പ്രവചനം തിരുവചനത്തിലില്ല. ഇതുപോലൊരു കൽപ്പനയുണ്ട് യഹൂദന്മാർക്ക്. നിങ്ങൾ നിങ്ങളുടെ മക്കളോടും മക്കൾ അവരുടെ മക്കളോടും പറയേണ്ട ഒരു കാര്യമുണ്ട്. യഹൂദന്മാർ പറഞ്ഞത് അര കിട്ടി കാലിൽ ചെരുപ്പിട്ട് വടി പിടിച്ച് കയ്പ് ചീരിയോടുകൂടി നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ചോദിക്കുന്നത് എന്താ കാര്യം? ഉടനെ പറയണം, നമ്മളെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുവിച്ച പെസഹയാണെന്ന് പറയണം. അതേ സ്റ്റാറ്റസിലാണ് ഈ പ്രവചനം. നിങ്ങൾ വായിച്ചു തീർക്കില്ല. നിങ്ങളുടെ മക്കൾ അവരുടെ മക്കളോടെ, അവരുടെ മക്കൾ അവരുടെ മക്കളോടെ, അവരുടെ മക്കൾ അവരുടെ മക്കളോടെ. അപ്പോൾ തലമുറകൾ കൊണ്ട് ഇത് നിവർത്തിക്കത്തുള്ളൂ. അർത്ഥം ഇനി വായിക്കാം. ഇത് എഴുതി 40 വർഷം കഴിഞ്ഞപ്പോൾ 1-ാം ഭാഗം നിവർത്തിച്ചു. കേട്ടോളൂ. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി. ഈ രാജ്യമേന ഇരിക്കുക ദൈവത്തിൽ നടന്നപ്പോൾ ഇതെഴുതി 40 വർഷം കഴിഞ്ഞപ്പോൾ തുള്ളൻ ഇങ്ങോട്ട് വന്നു. തുള്ളൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വായിച്ചാൽ കാണാം, രോഗാണു പകരുന്നത് പോലെ പടരുന്ന പോലെ ഒരു തുള്ളൻ വന്നു. എന്താണെന്നറിയാമോ? അസീറിയൻ സൈന്യം ഇങ്ങോട്ട് കൂട്ടത്തോടെ വന്ന് 10 ഗോത്രത്തെ കൊണ്ട് അവർ പോയി. ഇസ്രായേലിലെ 10 ഗോത്രങ്ങളെ അടിമകളായി കൊണ്ടുപോയി. തുള്ളൻ. അടുത്തത് വെട്ടിക്കിളി ശേഷിപ്പിച്ചു. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി നിന്നു. എത്ര മനോഹരമാണെന്നറിയാമോ പ്രവചനം? അത് കഴിഞ്ഞപ്പോൾ വെട്ടുക്കിളികളെ പോലെ 140 വർഷം കഴിഞ്ഞപ്പോൾ അണിയണിയായി ഒരു പട്ടാളം വന്നു. ആ പട്ടാളത്തിന്റെ പേരാണ് ബാബിലോണിയ പട്ടാളം. അവർ വെട്ടുക്കിളി വരുന്നവരെ മാർച്ച് ചെയ്ത് വന്നു. മറ്റൊരു തുള്ളം വരുന്നവരെ കൂട്ടത്തോടെ വന്നു. പ്രവചനത്തിന്റെ ശക്തി കണ്ടോ? അവർ വന്ന് 2 കൂട്ടരെയും കൊണ്ടുപോയി. അങ്ങനെ 12 കൂട്ടരും തീർന്നു. അടുത്തത് വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു. ഒന്നര വായില്ല. ആദ്യം മുതൽ ഇടയ്ക്ക് വിട്ടുകളായിരുന്നു വായിച്ചു. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടിക്കിളി തിന്നു. അണിയണിയായി വെട്ടുക്കിളികളെ പോലെ ബാബിലോണിയ പട്ടാളം വന്നു. ഇനി വെട്ടിക്കിളി ശേഷിപ്പിച്ചതിനെ വിട്ടിൽ തിന്നു. 12 ഗോത്രം പോയി. പിന്നെ അവിടെ എവിടെയൊക്കെ കുറച്ചെണ്ണം കിടന്നു. അതിനെ പിടിക്കാൻ വിട്ടിൽ വന്നു. എന്താ? വിട്ടിൽ പറക്കുകയല്ല, വീട്ടില് ചാടുക, വീട്ടിൽ നടക്കുകയല്ല, വീട്ടിൽ ചാടും. ഇതുപോലൊരു കൂട്ടർ ചാടി ചാടി വന്നു. എങ്ങനെ അറിയോ? ഇറാൻ പേർഷ്യക്കാരെ ഒട്ടകപ്പുറത്ത് കയറി വന്നു. ഒട്ടകം നടക്കുന്ന കണ്ടുണ്ടോ? ഇങ്ങനെ ചാടി ചാടി അങ്ങനെ ഒരു കൂട്ടരെ വിട്ടലിന്റെ രീതിയിൽ കയറി വന്നു. ഇവരെ മുഴുവൻ തകർത്തു. അടുത്ത വാക്യം. വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. ഒടുവിൽ പച്ചപ്പുഴു ഇങ്ങോട്ട് വരിക.
പച്ചപ്പുഴുവിന്റെ പ്രത്യേകത, ആ പുഴു എതിരെയെല്ലാം പോകുന്നുണ്ടോ അതിന് തിരിച്ചു പോകാനായിട്ട് പോകുന്നിടത്തല്ല എന്റെ ശരീരത്തിൽ നിന്ന് പച്ച കളർ ഡിസ്ചാർജ് ചെയ്യും. നമ്മുടെ നാട്ടിലെ പഴുതാര പോകുന്നത് പോലെ ഈ പച്ചപ്പുഴു ഇങ്ങനെ അഴിഞ്ഞു പോകുമ്പോൾ എന്റെ ശരീരത്തിൽ നിന്നും ഒരു ആസിഡ് വെളിയിൽ വരും. അതിന്റെ പേരാണ് പച്ചത്തറത്തിൽ. ഇതുപോലെ നാലാമതൊരു കൂട്ടർ ഇങ്ങോട്ട് വന്നു. അവരാണ് ഗ്രീക്കർ. അവർ വന്ന് ചെയ്ത പരിപാടി കേൾക്കണോ? അവരുടെ സംസ്കാരം യഹൂദന്റെ മേൽ പകർത്തി. അതുകൊണ്ടാണ് നമ്മുടെ പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്. ഇതാ കാരണം പച്ചപ്പുഴു ഒന്ന് സംസ്കാരം വരുത്തി. നോക്കി ഇത്ര കൃത്യ പ്രവചനം 6-ാം വാക്യം. ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായ ഒരു ജാതി എന്റെ ദേശത്തിന്റെ റോമൻ സൈന്യം ഇതെല്ലാം എഴുതുന്നതിന് കൃത്യം വർഷങ്ങൾക്ക് ശേഷം സംഭവിച്ചെങ്കിൽ രണ്ടാമത്തെ ഭാഗം കേട്ടോണം. ഇവർ തകർന്നു കഴിഞ്ഞപ്പോൾ സ്വർഗം പറഞ്ഞു, അതേ അധ്യായം 2:13, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ നിങ്ങൾ കീറേ. പ്രവചനം. ഇസ്രായേലിൽ ഒരു മനസ്സാന്തരം ഉണ്ടായി, ഒരു അനുതാപം ഉണ്ടായി. ഉടൻ ആകാശത്തിലാണ് ശബ്ദം. എന്താണെന്നറിയാമോ? സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ക്രിസ്തു ജനിച്ചത് രണ്ടാമത്തെ അടയാളം. പക്ഷേ ഇവർക്ക് ക്രിസ്തുവിനെ കൈക്കൊള്ളാൻ ഒക്കുന്നില്ല. ഇവർ ക്രിസ്തുവിനെ എതിർത്തു. ക്രിസ്തുവിനെതിരെ കുറ്റാരോപണം നടത്തി. ക്രിസ്തുവിന് ഭൂതമുണ്ടെന്ന് പറഞ്ഞു. ക്രിസ്തു പാപത്തിൽ ജനിച്ചവനെന്ന് പറഞ്ഞു. പറയുക മാത്രമല്ല, യേശുവിനെ ക്രൂശിക്കാൻ മുമ്പിൽ നിന്നത് മഹാപുരോഹിതന്മാർ. ഉടൻ മൂന്നാമത്തെ അടയാളം, അല്പമെങ്കിലും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കത്തക്കവണ്ണം മൂന്നാമത്തെ അടയാളം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 50-ാം വാക്യം. 50. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. കാൽവറി മലയിൽ കർത്താവായ യേശു മരിച്ചെന്നല്ല, പ്രാണനെ വിട്ടു. പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു. മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ പരിഹാരമായ ശരീരങ്ങളുടെ യാഗമായി. ആ സെക്കൻഡിൽ അങ്ങേ മലയിൽ ഒരു സംഭവം വായിച്ചേ. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അടുത്തത്, അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽത്തൊട്ടടിയോളം രണ്ടായി ചിന്തിപ്പോയി. ചെയ്യാൻ പാടില്ല. മന്ദിരത്തിലെ തിരശ്ശീല എന്ന് പറഞ്ഞ കർത്തന്റെ കനമല്ല, ഒരു ചാക്കിന്റെ കനമല്ല, 4 ഇഞ്ച് കനമാ. കർത്തിക്കർത്താക്കുന്ന സാധനമല്ല. അങ്ങേ മലയിൽ ലേവരക്ഷകൻ മരിച്ചപ്പോൾ ഇങ്ങേ മലയാകുന്ന സയോണിൽ ദേവാലയത്തിലെ തിരശ്ശീല രണ്ടായി കീറിയപ്പോഴെങ്കിലും ഈ മഹാപുരോഹിതന്മാർക്ക് മനസ്സിലായില്ല ദൈവകോപം. ഒടുവിൽ നാലാമത്തെ അടയാളം വായിക്കാം. അപ്പോസ്തലർ 2:5. അന്യഭാഷയോടുകൂടി പരിശുദ്ധാത്മാവിനെ കിട്ടിയത് ആർക്കാണെന്ന് അറിയാമോ? യഹൂദന്മാർക്ക് മാത്രമാണ് ആദ്യം. നാലാമത്തെ അടയാളമാണ്. ഒന്ന് വായിച്ചേ. അപ്പോസ്തലർ 2:5. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ. യഹൂദന്മാർക്കാണ് അഭിഷേകം കിട്ടുന്നത്. എന്നിട്ടും പിടികിട്ടിയില്ല. ഒടുവിൽ ഇതാ ഈ കാലഘട്ടത്തെ കുറിച്ച് യോവേൽ പറഞ്ഞ പ്രവചനം വായിക്കാം. യോവേൽ പ്രവചനം 2-ാം അധ്യായം 31-ാം വാക്യം. യോവേൽ പ്രവചനം. യഹോവയുടെ വലത് ഭയങ്കരമായുള്ള ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായി മാറിപ്പോകും. യഹോവയുടെ ദിവസം വരും മുമ്പേ സൂര്യൻ ഇരുളാകും, ചന്ദ്രൻ രക്തമായി മാറിപ്പോകും. ദൈവമക്കളെ, ചന്ദ്രനും യഹൂദനും തമ്മിൽ ബന്ധമുണ്ട്. ചന്ദ്രൻ എന്ന് പറഞ്ഞ ഭൂമിയുടെ ഉപഗ്രഹവും യഹൂദനുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. കാരണം വായിക്കാം. 104-ാം സങ്കീർത്തനം 19-ാം വാക്യത്തിലുള്ള ബന്ധം എന്താണ്? 104-ാം സങ്കീർത്തനം 19-ാം വാക്യം. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു. യഹൂദന്മാരുടെ സകല കാലനിർണയവും ചന്ദ്രനെ ആസ്പദമാക്കിയ. കൃഷി, വ്യവസായം എല്ലാം ചന്ദ്രനെ ലക്ഷ്യമാക്കിയ. അവർ ചന്ദ്രനെയാണ് നോക്കുന്നത്. ശാസ്ത്രപ്രകാരം 3.25 ലക്ഷം കിലോമീറ്റർ ഭൂമിയിൽ നിന്ന് അകലെ നിൽക്കുന്ന ഭൂമിയുടെ ഉപഗ്രഹം. പക്ഷെങ്കിൽ യഹൂദന് അടയാളമാണ് ചന്ദ്രൻ. എങ്കിൽ യോവേൽ പ്രവാചകൻ അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ പറഞ്ഞു, യഹോവയുടെ വലിയ ദിവസം വരും മുൻപേ ചന്ദ്രൻ രക്തമാണ്. യഹൂദന് വേണ്ടിയുള്ള മാത്രമുള്ള അടയാളമാണ്. ലോകം ഉണ്ടായത്
ഇന്ന് വരെ 4 രക്തചന്ദ്രനുണ്ടായി. 4 യഹൂദരെ സംബന്ധിച്ച ശാസ്ത്രം പറയുന്നു ഇനിയൊരു രക്തചന്ദ്രൻ ഇല്ല. ഒന്നാമത്തെ രക്തചന്ദ്രൻ ഉണ്ടായത് എപ്പോഴാണ് കേട്ടോണം? അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെന്ന് പറഞ്ഞ മശീഹ തമ്പുരാന്റെ രക്തം ഞങ്ങളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞ സ്വയം ശാപമേറ്റുവാങ്ങിയ ജനതതി. AD 30 സംഭവിച്ചെങ്കിൽ AD 70 135 ഇതിനിടയിലുള്ള 65 വർഷക്കാലം കൊണ്ട് ആ ശാപം ആണ് അവർ പലസ്തീനിൽ നിന്നും ലോകം മുഴുവൻ ചെതറി. 1 ഇഞ്ച് സ്ഥലം പലസ്തീനിൽ അവർക്ക് ഇല്ലെന്നായി. ലോകത്തിൽ എവിടെല്ലാം ആളുണ്ടോ അവിടെല്ലാം പോയി താമസിക്കുക. നമ്മുടെ കേരളത്തിലെ നിങ്ങൾക്കറിയാം 2 സ്ഥലത്ത് വന്നു. ഒന്ന് കൊച്ചി, പിന്നെ വേറൊരു സ്ഥലമുണ്ട് ഇവിടെ തൃശ്ശൂരിനടുത്ത് മാള എന്ന് പറയും. മാള എന്ന് പറയുന്ന മലയാളം വാക്കേ അല്ല. മാള എന്ന് പറയുന്ന എബ്രായ വാക്ക. അതിന്റെ അർത്ഥം എന്നാണെന്നറിയോ? അവരിട്ട പേരാ അഭയസ്ഥാനം. മാള മലയാളം വാക്കല്ല, മാളം മലയാളം വാക്ക. പൊത്തന്ന മാള എന്ന് പറഞ്ഞാൽ എബ്രായ വാക്ക അഭയസ്ഥാനം. ഇവർ ലോകം മുഴുവൻ ചെതറി. പക്ഷേ ഇത് ദൈവത്തിന്റെ ജനമാ. തമ്പുരാൻ അവരെ കളയാൻ പദ്ധതിയില്ല. കാരണം യെശയ്യാ 6:13 വായിച്ചേ, ഇവരെന്തെല്ലാം ചെയ്താലും ദൈവം പുത്രോത്പാദനത്തിന്റെ ശക്തി 99-ാമത്തെ വയസ്സിൽ കൊടുത്ത് ഒരു സൃഷ്ടിയെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. ആ ജനത്തെ ദൈവം കളയത്തില്ല. പക്ഷെ അവരെ ക്ലീൻ ചെയ്തെടുക്കേണ്ട ദൈവത്തിന്റെ ചുമതലയാ. നിങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രം, നിങ്ങൾ ഉപയോഗിക്കുന്ന അലൂമിനിയം പാത്രം ചെളിയോ കരിയോ പിടിച്ച ഏതാണ്ട് ചെവിയിലോട്ട് എടുത്തെറിയുന്നത്, അതെ മെനക്കെട്ടുന്നത് കഴുകി തുടച്ച് നീറ്റാക്കുന്നത് പോലെ ഇവരെ കളയാറില്ല, ഇവരെ ക്ലീൻ ചെയ്തെടുക്കണം. അതിനായി 7 വർഷത്തെ മഹോപദ്രവം. വായിച്ചേ കർത്താവേ എത്രത്തോളം എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ പട്ടണങ്ങൾ അതിൽ 1 ദശാംശം എങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും നാശത്തിന് ഇരയായി തീരും. എങ്കിലും കരിമരവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി. വിശുദ്ധ സന്തതി ഒരു കുറ്റി ആർക്കും കളയാനൊക്കത്തില്ല. ദൈവത്തിന്റെ പ്ലാന ഇവരെ ക്ലീൻ ചെയ്യുന്നത് ആ മഹോപദ്രവം. പക്ഷേ അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെന്ന് പറഞ്ഞത് ശാപം. ഇവർ ലോകം മുഴുവൻ ചെതറി കുപ്പിപ്പാത്രം പൊട്ടുന്നത് പോലെ. അതിൽ 96% യഹൂദന്മാർ താമസിച്ച സ്ഥലമാണ് സ്പെയിൻ. വേദപുസ്തക ഭാഷ തർസീസ്. കാരണം ഇവർക്കൊരു ബിസിനസ് നേച്ചർ ഉള്ളവരാ. അന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് രാജ്യമാ സ്പെയിൻ. അവരാണ് ബിസിനസ്സുകാർ. കപ്പലൊക്കെ ഉണ്ട് അവിടെ. ലോകം മുഴുവൻ കപ്പലോട്ടം നടത്തുന്നവരാ. അവിടെ പോയി താമസിച്ചപ്പോൾ കേട്ടുകൊള്ളുക, 1646 ജാനുവരിയിൽ സ്പെയിനിലെ രാജാവും അദ്ദേഹത്തിന്റെ രാജ്ഞിയുടെ പേര് ജസബെല്ല. 2 പേരും ഒരു നിയമം പാസാക്കി. ഒന്നുകിൽ യഹൂദന്മാർ രാജ്യം വിട്ടു പോകണം, അല്ലെങ്കിൽ യഹൂദ മതം ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ കൊല്ലും. അവർ രാജ്യം വിട്ടുപോയാൽ അവരെ ഉൾക്കൊള്ളാൻ ആരുമില്ല. അവരുടെ മതം ഉപേക്ഷിക്കാൻ അവർ തയ്യാറല്ല. അവരെ കൊന്നു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ യഹൂദന്മാർ നിലവിളിച്ചു. 1646 ഏപ്രിൽ 14 അവർ കണ്ണുനീരോടുകൂടി പെസഹ കഴിച്ചു. പെസഹ കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. കണ്ണുനീരോടെ പെസഹ കഴിച്ച് ദുഃഖത്തോടെ കഴിച്ചിട്ട് വെളിയിലേക്ക് നോക്കിയപ്പോൾ ചന്ദ്രൻ രക്തമായി നിൽക്കുന്നു. ഉടനെ ഒരു പ്രവചനം ഓർത്തു, യഹോവയുടെ വലിയ ദിവസം വരും മുൻപേ ചന്ദ്രൻ രക്തമാകും. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രാർത്ഥിക്കാൻ എല്ലാവരോടും പറഞ്ഞു. അവരെല്ലാം പ്രാർത്ഥിക്കുക. ഇന്നേക്ക് വെറും 400 വർഷമുള്ള കാര്യം ഞാൻ ഈ പറയുന്നത്. ഉടൻ സ്പെയിനിലെ ഒരു കൊച്ചി കപ്പലോട്ടക്കാരൻ, ഒരു നാവി എന്നൊരു മോഹം. അന്നും സ്പെയിനും ഇന്ത്യയുമായിട്ട് ബിസിനസ് ഉണ്ട്. ഇവിടുന്ന് സുഗന്ധവർഗങ്ങളും കറുവാപ്പട്ടയും ഏലവും ഇവിടുന്ന് കൊണ്ടുപോകും. അതിനവിടെ ഭയങ്കര വിലയാ. പക്ഷെങ്കിൽ കപ്പലുകൾ ആണ്ടിലൊന്നേ വരത്തുള്ളൂ. എന്നാൽ തന്നെ ബുദ്ധിമുട്ടാ. കാരണം 2 കനത്തെ അപകടമുണ്ട് ഇവിടെ വരാനെന്ന്. ഒന്ന് ആഫ്രിക്ക ചുറ്റി വരണം. അവിടെ ഒരു മുനമ്പുണ്ട്, ഗുഡ്കോ മുനമ്പ്. അതിൽ തട്ടിയ കപ്പൽ പോകും. 2 ഏതെങ്കിലും വിധത്തിൽ അവിടുന്ന് ചാടി വന്നാൽ പേർഷ്യൻ കടലിലേക്ക് കയറുമ്പം അന്നുകൊണ്ടൊരു കൂട്ടരെ സോമാനിയൻ കടൽ കൊള്ളക്കാർ. അതുകൊണ്ട് വല്ലപ്പോഴും ആരെങ്കിലും വരത്തുള്ളൂ. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്പിൽ ഭയങ്കര ഡിമാൻഡുമാണ്. അപ്പോൾ ഒരു നാവികൻ പറയുക, ഇതെല്ലാം ദൈവികം ഞാൻ വിശ്വസിക്കുന്നു.
ഗലീലോ കണ്ടുപിടിച്ചു ഭൂമി ഉരുണ്ടതാണെന്ന്. അങ്ങനെയാണെങ്കിൽ പടിഞ്ഞാട്ട് കപ്പൽ ഓടിച്ചാൽ ഇന്ത്യയിൽ ചെല്ലാം, സാധനം കൊണ്ടുവരാൻ സേഫായി. ഈ പ്രോജക്റ്റുമായി അദ്ദേഹം ഈ സ്പെയിനിലെ രാജാവിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ നല്ലപോലെ കിടന്നുറങ്ങാൻ ദുസ്വപ്നം കണ്ടതാ, വേറെ പണി നോക്കണം. പക്ഷെ ഇയാൾ ഈ മോഹം വിട്ടില്ല. ഇതിങ്ങനെ കൊണ്ടു നടന്നപ്പോൾ യഹൂദന്മാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ വിളിച്ചു, ഒരു കാര്യം ചെയ്യും, ഒരു കപ്പൽ